എന്നുള്ള വിശേഷങ്ങൾ കലാശക്കൊട്ട് അതിന്റെ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്തായാലും വടക്കൻ ജില്ലകളിൽ രണ്ടാം ഘട്ട പരസ്യ പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലപ്പുറത്ത് നിന്നുള്ള കാഴ്ചകളാണ് കണ്ടത്. വിവിധ ജില്ലകളിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ കലാശക്കൊട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞു. വടക്കൻ ജില്ലകളിൽ 11-നാണ് വോട്ടെടുപ്പ് നടക്കുക. അതിന്റെ ഭാഗമായി ഇന്ന് കലാശക്കൊട്ടാണ്. അരുണിലേക്ക്. അരുൺ, പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ. പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വലിയ ആവേശം അലതല്ലുന്ന കാഴ്ച തന്നെയാണ് നഗരസഭാ പരിധിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വടക്കന്തറക്കാവ് മൈതാനത്താണ്. വടക്കന്തറക്കാവ് മൈതാനത്ത് നമുക്ക് ഇപ്പോൾ NDA ക്യാമ്പുകളിലെ ആവേശം കാണാൻ സാധിക്കും. ഒരുപാട് പ്രവർത്തകരാണ് വലിയ ആവേശത്തോടെ ഇപ്പോൾ NDA ക്യാമ്പുകളിൽ എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ NDAയുടെ തെരഞ്ഞെടുപ്പിന്റെ ഈ കലാശക്കൊട്ടിനോടനുബന്ധിച്ചുള്ള അവസാനത്തെ ആ ഒരു പരസ്യപ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്ര അതിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കും. വടക്കന്തറക്കാവ് മൈതാനത്ത് നിന്നും നേരെ പുറപ്പെട്ട് മേലാമുറി വഴി മാർക്കറ്റ് റോഡിലൂടെ ഇറങ്ങി അങ്ങനെ സുൽത്താൻപേട്ട സിഗ്നൽ ആ ഭാഗത്ത് അവസാനിക്കുന്ന തരത്തിലാണ് ഇവിടെ പരിപാടി ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. DJയും അതുപോലെ തന്നെ നാസിക് ഡോളും അങ്ങനെ വിവിധ വാദ്യങ്ങളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ എല്ലാവിധത്തിലും അതിനൊരു ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു ഒരുക്കത്തിലാണ് NDA ക്യാമ്പുകൾ. BJPയെ സംബന്ധിച്ചിടത്തോളം NDAയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആത്മവിശ്വാസവുമുണ്ട്. കാരണം ഇത്തവണ മൂന്നാമതും ഈ പാലക്കാട് അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ളൊരു ആ ഒരു പ്രതീക്ഷ തന്നെയാണ് NDAക്ക് ഉള്ളത്. ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. NDAയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ്. 100% NDA ദേശീയ ജനാധിപത്യത്തിന്റെ മൂന്നാം ഊഴമാണ് ഈ വരുന്ന പാലക്കാട് നഗരസഭയിൽ വരാൻ പോകുന്നത്. 100% 35ഓളം സീറ്റുകളോളം BJP ലീഡ് ചെയ്ത് നമ്മൾ വിജയിക്കുമെന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ. 35 സീറ്റ് പിടിച്ച് ഇത്തവണ വലിയ റെക്കോർഡ് ഇടും നഗരസഭയിൽ. തീർച്ചയായിട്ടും ഹാട്രിക് വിജയം തന്നെ ആയിരിക്കും നഗരസഭയിൽ. അതിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും അതിന് സജ്ജരായി കഴിഞ്ഞു. മുനിസിപ്പാലിറ്റി പ്രാവശ്യം ഞങ്ങൾ 35 സീറ്റോടുകൂടി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ ജയിക്കും. ഈ ഒരു പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ അത് വലിയ ആഘോഷമാക്കി മാറ്റുക. അതെ, തീർച്ചയായിട്ടും പരസ്യപ്രചാരണം വലിയ ആഘോഷമാക്കി മാറ്റുക. കാരണം നമ്മൾ 2 തവണ നഗരസഭ ഭരിച്ചു കഴിഞ്ഞു. ഇത് 3-ാം തവണ നമ്മൾ ഹാട്രിക് വിജയമായിരിക്കും ഇവിടെ നേടുക. അടുത്തൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ബേബി ചേച്ചിക്കായിരുന്നു. ഇത്തവണ എന്താണ് അതേ ഭൂരിപക്ഷം അതിനേക്കാളും ആ ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷം എന്നുള്ള റെക്കോർഡ് നിലനിർത്തും? BJP സ്ഥാനാർത്ഥികളെ തന്നെ എന്തായാലും ഇതുപോലെയുള്ളത് വാങ്ങുള്ളൂ. എന്തായാലും അടുത്ത ലക്ഷ്യം ഞങ്ങൾ 35 സ്ഥാനാർത്ഥികൾ ജയിച്ച് BJP ഹാട്രിക് മുനിസിപ്പൽ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നഗരസഭയിലെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് അല്ലേ? ആദ്യമായിട്ടല്ല മത്സരിക്കുന്നത്? അതെ, ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. അതിന്റെ ദിവസത്തെ ഈ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് അതിൻ്റെതായിട്ടൊരു രീതിക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അവിടുത്തെ വോട്ടേഴ്സ് ആയാലും എല്ലാവരും നല്ലൊരു റെസ്പോൺസാണ് തരുന്നത്. സന്തോഷമുണ്ട്. വിജയിച്ചു വരും. നഗരസഭയിൽ വലിയ ആവേശം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും വളരെ ആവേശത്തോടുകൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ ഭൂരിപക്ഷം ആളുകൾ ഈ സിവിൽ സ്റ്റേഷനാണ് എൻ്റെ വാർഡ്. സിവിൽ സ്റ്റേഷൻ ഇത്തവണ BJP ആണ്. കല്ലേപ്പള്ളി സൗത്താണ്. ഡോക്ടർ സൗദാമിനി മേനോനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞത് വിസ്മയാണെങ്കിൽ ഏറ്റവും പ്രായം കൂടിയത് സൗദാമിനിയാണ്. അപ്പോൾ ഇപ്രാവശ്യം BJPന്റെ 30-35 കാൻഡിഡേറ്റ് മുനിസിപ്പാലിറ്റിയുടെ അകത്ത് കയറി ചെല്ലുന്നുള്ളത് ഒരു ഷുവറാണത്. ഏതായാലും ഒരുപാട് വനിതാ സ്ഥാനാർത്ഥികളാണ്. അവരുടെയൊക്കെ ആവേശം നമുക്ക് കാണാൻ സാധിക്കും. ഇത്തവണ ആദ്യം അതായത് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 22 സീറ്റുകൾ നേടിയാണ് ആദ്യമായിട്ട് പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിലെത്തിയെങ്കിൽ ആ 22 എന്നുള്ള റെക്കോർഡ് മറികടന്നുകൊണ്ട് 28 എന്ന ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടെയായിരുന്നു പിന്നീട് പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിലേറുന്ന കാഴ്ച ഉണ്ടായിരുന്നത്. ഇത്തവണ ആ 28 മറികടന്നുകൊണ്ട് 30 മുതൽ 35 സീറ്റ് വരെ നേടും എന്നുള്ളത് തന്നെയാണ് BJP ക്യാമ്പുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ആട്ടവും പാട്ടും കൊട്ടും ഒക്കെ ആയിട്ട് BJP ക്യാമ്പുകൾ വലിയ ആവേശത്തിലാണ്. നഗരസഭ വൈസ് ചെയർമാൻ E കൃഷ്ണദാസ് ചേരുന്നുണ്ട്. അവസാന മണിക്കൂറുകളിൽ എന്താണ് കണക്കൂട്ടൽ, എന്താണ് ആവേശം? ഈ അവസാന മണിക്കൂറുകളിൽ എന്താണ്, എത്രത്തോളം ആവേശത്തിലാണ്, എന്താണ് കണക്കുകൂട്ടൽ?
100% ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഖ്യയിലായിരിക്കും BJP ഭരണത്തിൽ വരിക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനാണ് എൻ ശിവരാജേട്ടൻ ചേരുന്നുണ്ട്, മുതിർന്ന BJP നേതാവാണ്. എന്താണ് ഇത്തവണ വലിയ ആവേശത്തിലാണ്? മൂന്നാമത് അധികാരത്തിലേറും. മൂന്നാമത് വരും, നാലാമത് വരും, മൂന്നാമത് വരും, നാലാമത് വരും. കൊട്ടിക്കലാശം എങ്ങനെ വലിയ ആഘോഷമാക്കാണ്? ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാർഡുകളിലൊക്കെ നല്ല ആവേശം ഇത്തവണ ഗംഭീരമായിട്ട് തിരിച്ചു വരുമായിരിക്കും. എന്തുകൊണ്ടാണ് മൂന്നാമതും വരാൻ കാരണം? എന്താണ്? വികസനം തന്നെയാണോ? വികസനം, നരേന്ദ്രമോദിയുടെ ഭരണം, ജനങ്ങൾ ഇതായിരിക്കുന്നു, യാതൊരു സംശയവുമില്ല. മൂന്നാമതും വരും. അതുതന്നെയാണ്. ഏതായാലും എല്ലാവരും, അതായത് മുതിർന്ന നേതാവായ എൻ ശിവരാജൻ, അതുപോലെ തന്നെ നഗരസഭ വൈസ് ചെയർമാനായ ഇ കൃഷ്ണദാസൻ തുടങ്ങിയ അവരൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ആവേശം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും വലിയ ആവേശം തന്നെയാണ് പറയുന്നത്. അവരൊക്കെ പറയുന്ന വാക്കുകൾ, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനം, ആ വികസനം എന്തായാലും വോട്ടായി മാറും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. കാരണം അത്രയേറെ വികസന പദ്ധതികളാണ് നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഏകദേശം 400 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളാണ് പാലക്കാട് നഗരസഭയിൽ BJP നടപ്പാക്കിയിട്ടുള്ളത്. അതുതന്നെ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒട്ടനവധി പദ്ധതികൾ പാലക്കാട് നഗരസഭ നടപ്പാക്കി എന്നുള്ളതാണ്. അതിൽ പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചതിന് റെക്കോർഡ് പാലക്കാട് നഗരസഭയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചതിന് വേണ്ടി കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 1ാം സ്ഥാനം നേടിക്കൊണ്ടുള്ള അവാർഡ് വരെ പാലക്കാട് നഗരസഭയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭ കേരളത്തിൽ തന്നെ ആദ്യമായി ഈ സാനിറ്ററി നാപ്കിനുകളും ഡയപ്പറുകളും ഒക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സംസ്കരണശാല അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാന്റ്, അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അത്തരം ഒരു പ്ലാന്റ് സ്ഥാപിച്ചത് പാലക്കാട് നഗരസഭയിലാണ്. അതുകൊണ്ട് തന്നെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നാപ്കിൻ പ്ലാന്റിനെ പോലും പാലക്കാട് മോഡൽ എന്നാണ് കേരളത്തിൽ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ പ്രധാന കാരണം. മാത്രമല്ല നഗരത്തിൽ എസ്കലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ശകുന്തള ജംഗ്ഷനെയും GB റോഡിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് എസ്കലേറ്റർ സ്ഥാപിക്കുകയുണ്ടായി. വിവിധ ഇടങ്ങളിൽ വലിയ ബസ് സ്റ്റാൻഡുകളും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളും അതുപോലെ തന്നെ ബസ് ടെർമിനലും ഉൾപ്പെടെ സ്ഥാപിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ. അത് പലപ്പോഴും പല ആളുകളും വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പല പുഴകളിലേക്കും അല്ലെങ്കിൽ കുളങ്ങളിലേക്കും ഒക്കെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ശുചിമുറി മാലിന്യ സംസ്കരണം അതിൻ്റെ ഒരു പ്ലാന്റ് പാലക്കാട് നഗരസഭയിൽ ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ഒട്ടനവധി വികസന പദ്ധതികൾ പാലക്കാട് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി വിവിധ മേഖലകളിലായി നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ് BJP ക്യാമ്പുകളിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും കൃത്യമായി ഫണ്ട് ലഭിക്കാതിരുന്നപ്പോഴും കേന്ദ്ര ഫണ്ട് വലിയ രീതിയിൽ പാലക്കാട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഏകദേശം 400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികളിൽ ഏറ്റവും അധികം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്ര പദ്ധതികളിലൂടെയാണ് പാലക്കാട് നഗരത്തിലേക്ക് ഫണ്ട് വന്നത് എന്നുള്ള പ്രത്യേകത കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ നഗരസഭാ ഭരണത്തിന്റെ അവസാന നാളുകളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പാലക്കാട്ടെ വലിയങ്ങാടിയുടെ നഗരവികസനത്തിന് വേണ്ടി ഏകദേശം 140 കോടി രൂപ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമതും അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ആ വലിയങ്ങാടിയുടെ വികസനം ഉൾപ്പെടെയുള്ള വലിയ കാര്യങ്ങളാണ് തങ്ങളുടെ മനസ്സിലുള്ളത് എന്നതാണ് ഏതായാലും ഓരോ BJP കൗൺസിലർമാരും വ്യക്തമാക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അവരുടെ ആവേശം ഏതായാലും നമുക്ക് കാണാൻ സാധിക്കും. വലിയ ആവേശം തന്നെയാണ് ഇപ്പോൾ നമുക്ക് പാലക്കാട് കാണാൻ സാധിക്കുന്നത്. അതെ, ശരി.